നീറ്റ് വെറും ഒരു പരീക്ഷ മാത്രമല്ല. അല്ല, ഈ പരീക്ഷ മാറ്റിയിട്ട് വേറെ സംവിധാനം വരുന്നത് നിങ്ങൾക്ക് ഗുണകരമാകൂ? അതിപ്പം 6ാം ക്ലാസ് തൊട്ട് ഇപ്പം പറഞ്ഞ പോലെ ആണെങ്കിൽ കണ്ടിന്യൂസ് അസസ്മെന്റ് ആണെങ്കിൽ കുഴപ്പമില്ല. ബട്ട് ഇപ്പം നിങ്ങൾക്ക് എഴുതണ്ടേ? ഇപ്പം നീറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ബട്ട് ഇത്രയും കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഇത്രയും പ്രഷർ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം എന്ത് എക്സാം ആണെങ്കിലും ഒരു MBBS ഡോക്ടർ അത്രയും വാല്യൂ ഉള്ള ഒരു എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാം നടത്തണം. ബട്ട് അതിന് ഇത്രയ്ക്കും പ്രഷർ കൊടുക്കണം, അത്രയും പ്രഷർ മാത്രം കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് പ്രഷർ, അതിന് ആവശ്യമുള്ള സ്ട്രെസ്സും പ്രഷറും മാത്രം. ഇത്രയും കോമ്പറ്റീഷന്റെ ആവശ്യമോ അല്ലെങ്കിൽ ഇത്രയും പ്രഷറോ അതിന്റെ ഒന്നും ആവശ്യമില്ല. പ്രഷർ ഇപ്പൊ ഉണ്ടോ ഈ പുതിയ പരീക്ഷ എഴുതാൻ പോകുമ്പോ? പുതിയ പരീക്ഷ എഴുതാൻ പോകുമ്പോ എന്തായാലും ടെൻഷനും പ്രഷറുണ്ട്. നമ്മളെല്ലാം കഴിഞ്ഞു എന്ന് വെച്ചിരുന്നിട്ട് ഇനി ഒന്നും കൂടി എവിടെ നിന്ന് തുടങ്ങണം എന്ന് അറിയില്ല. ഇപ്പൊ ഞാൻ 2 വർഷം കഴിഞ്ഞിട്ടാണ് എഴുതുന്നത്. ഇതിപ്പം 2ാമത്തെ വർഷവും 3ാമത്തെ വർഷവും 4ാമത്തെ വർഷവും റിപ്പീറ്റ് ചെയ്ത ആൾക്കാർ ആദ്യത്തെ പ്രാവശ്യം എഴുതി കിട്ടിയെന്ന് സന്തോഷിച്ചിരുന്ന് അതെല്ലാം കഴിഞ്ഞ് വിട്ടിരിക്കുമ്പോ ഇനി 2ാമത് എഴുതുമ്പോ അവർക്ക് അതിനേക്കാട്ടും ഭയങ്കര ദുഃഖമാണ് അതിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.